ഫോക്കസ് മീഡിയ ബ്രോ എങ്ങനെയുള്ള വീഡിയോസ് അത്യാവശ്യം നല്ല റീച്ചാണ്. ദൈവമേ ഒരുപാട് സന്തോഷം ബ്രോ. കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അകത്ത് മാത്രമേ ആക്ച്വലി പ്ലാൻ വെച്ചിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തുപോയി പോകാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിളിച്ച് ബൈക്ക് തന്നെയാണ്. ഈ കോസ്റ്റ്യൂം ഒക്കെ എവിടെ നിന്ന് ചെയ്താണെന്ന് പറയാം. ഇത് SK സൂരജ് ആണ് ആക്ച്വലി കോസ്റ്റ്യൂം ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്തത് മൊത്തം ആരതിപ്പൊടി. ഇതിന്റെ വർക്ക് ആരതിപ്പൊടിയാണ്. ഈ വർക്ക് ഫുൾ ചെയ്ത് ആരതിപ്പൊടിയാണ്. പിന്നെ രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു മുണ്ടും ആ ഒരു നേരി ആ ഷോളെല്ലാം ചെയ്തത് SK സൂരജ് ചെയ്തത്. പിന്നെ നേരത്തെയുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് എല്ലാം ബെനിൻക്യുവാണ് ചെയ്തത്. പിന്നെ നമ്മുടെ എന്താ പറയുക എന്നെ ഫുൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്രോ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു പേജാണ്. പിന്നെ വേറെ നമ്മൾ കാറ്ററിംഗ് ഫുൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്ത സെയിം വ്യക്തി തന്നെയാണ്. അത് അൽവരക്ക റോയൽ കാറ്ററിംഗ്. ഇതെല്ലാം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അവരെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈച്ച് ആൻഡ് എവരി എന്താ പറയുക നമ്മുടെ വെഡ്ഡിങ് പ്ലാനേഴ്സ് ഓക്കെ ഇവൻറ്റ് കാരണം അവർ മണ്ടച്ച് ആയാലും മാരിറ്റസ് ആയാലും ഒന്ന് രണ്ടെണ്ണം വിട്ടു. കാരണം പൊടിയാണ് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് നടത്തിയത്. പിന്നെ അന്ന് നിങ്ങൾ അവിടെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല അത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചില്ല വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ മൊത്തം ഫാമിലിയാണോ അത് ഔട്ട്സൈഡ് ഗസ്റ്റ് ആയത് ബിഗ് ബോസ് ഇല്ല അങ്ങനെ ബിഗ് ബോസിൽ മറ്റു താരങ്ങളൊക്കെ റിസപ്ഷനാണായിരിക്കും അവർ ആക്ച്വലി ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കല്യാണം വളരെ ഒരു പ്രൈവറ്റായിട്ട് അധികം ആൾക്കാരില്ലാതെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വെച്ച് മാത്രം ചെയ്ത ഫംഗ്ഷനാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയ ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. വേറെ ആരും വിളിക്കത്തെ വേറെ ഒന്നും കൊണ്ടല്ല. അത് നമ്മൾ ഫാമിലിയായിട്ട് എടുത്തൊരു തീരുമാനം അങ്ങനെയായിരുന്നു. അത് മാത്രമേ ഈ പിന്നെ അതേപോലെ ഈ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആരുടെ പ്ലാനിങ് ആയിരുന്നു? കാരണം ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അതേപോലെ ഇന്ത്യ ഫസ്റ്റ് റയർ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു അല്ലക്കാണ് ഞാൻ പറഞ്ഞില്ല. അത് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഈ ഒരു ചോദ്യം വരെ. അപ്പോൾ ഞങ്ങൾ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള ഒരു ടീമാണ്. സോ അവരാണ് ആക്ച്വലി അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം. 2 വർഷത്തെ കംപ്ലീറ്റ് പാക്കേജ് ഫുൾ ട്രാവൽ അക്കോമഡേഷൻ ഫുഡ് എല്ലാം അവരാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. 27+ കൺട്രി ചിലപ്പോൾ ഓരോ മാസം ഓരോ കൺട്രിയിലായിരിക്കും പോകുന്നത്. അപ്പം ഡെസ്റ്റിനേഷനാണ് ബെസ്റ്റ് ഓഫ് എവറി നേഷൻ. ഓടിച്ചല്ല ചെക്ക് പറഞ്ഞോ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്. ഓക്കെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്. ഞങ്ങൾ ഒരുമിച്ചാണ് GG ഹോസ്പിറ്റൽ ഞാൻ GG ഹോസ്പിറ്റൽ വർക്ക് ചെയ്ത് തുടങ്ങിയ 2015 ടൈം തൊട്ട് 2016 തൊട്ടേ ഞാൻ ഇവരുടെ അടുത്ത് പറയുന്നത്. അതായത് എന്താണ് ഞാൻ ഇനി കല്യാണം കഴിക്കുന്നത്, എപ്പോഴാണ് കല്യാണം എന്നൊക്കെ ഇങ്ങനെ ഇവരുടെ അടുത്ത് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ അനന്തപുരി ഹോസ്പിറ്റലാണ് എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ്. ഓക്കെ ഹോളി ക്രോസ് കൊട്ടിയത്തിലുള്ള എമർജൻസി ഹെഡാണ്. അപ്പം എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് എന്നുള്ളൊരു വ്യക്തിയല്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിനാണെങ്കിലും പുള്ളിക്കാരനെ സത്യം പറഞ്ഞ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് വന്നത്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഹണിമൂൺ പോകുന്നത് ഫസ്റ്റ് രാജ്യം പോണത് ഈ 26-ാം തീയതി വെളുപ്പാൻ കാലത്ത് അസർബൈജാൻ. പൊടിക്ക് മഞ്ഞി കളിക്കണമെന്നുണ്ട്. ഞാൻ അങ്ങനെ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. അത് സ്റ്റാറ്റസ് ആയിട്ട് ഞങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഞാൻ വീഡിയോ എന്തായാലും പിന്നെ എല്ലാം പൊടിയുടെ പ്ലാനിങ് ആണോ? അല്ല ഇതെൻ്റെ പ്ലാനിങ്ങാണ്. ഈ ഒരു ഹണിമൂണിൻ്റെ ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും അധികം സ്ഥലങ്ങളൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു പ്ലാനായിരുന്നു ആ ഒരു സംഭവം. ഞാൻ പൊടിയ എന്തായി വണ്ടി ഇരിക്കുക പൊടിയ. ഹലോ പൊടിയേ അയ്യോ കട്ട് ചെയ്താ. അപ്പോൾ വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഞാൻ അന്ന് ബിരിയാണി ഫെസ്റ്റിൻ്റെ അന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ലാലേട്ടൻ്റെ അനുഗ്രഹം വാങ്ങിയൊന്നും അത് ലാലേട്ടൻ ആക്ച്വലി ഇവിടെ ഇല്ല, തിരക്ക. അപ്പം ഞാൻ ഇൻഡിവിജ്വലി പോയി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിയെ തിരക്കായത് കാരണം പിന്നെ കുഴപ്പമില്ല. പിന്നെ എപ്പോഴെങ്കിലും പോയി എന്ത് ചെയ്യാം വാങ്ങാമെന്ന് വിചാരിച്ചു. അനുഗ്രഹം എപ്പോൾ ആണെങ്കിലും വാങ്ങാമല്ലോ. മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ സെലിബ്രിറ്റീസോ വലിയ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എന്തില്ല ഇല്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർ, നിന്നെ എന്നെ പോലുള്ള സാധാരണക്കാർ മാത്രമേ ഉള്ളൂ. അതായത് സാധാരണ ഈ പുരുഷന്മാർക്ക് 30 നിന്റെ വീഡിയോസ് ഒക്കെ നല്ല. നീ ആ ക്യാപ്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീ പൊളിയാ. നോക്കും ഞാൻ നീ ഇടുന്നുണ്ടാവുന്നത് നല്ലൊരു മൊമെന്റ് ആണ്. അതൊരിക്കലും കുളം തോണ്ടരുത്.
അതായത് പൊതുവെ ആൺകുട്ടികൾക്ക് പറഞ്ഞാൽ 30 വയസ്സ് 32 വയസ്സ് കഴിഞ്ഞാൽ ഏജ് കാറ്റഗറി കഴിഞ്ഞാൽ മാരേജ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് കുറവാണ്. ഒന്നെങ്കിൽ ആ കിട്ടുന്ന ആൾ ഭയങ്കര പ്രിവിലേജഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പണം കിട്ടണം, അങ്ങനെ ഒരു പൊതുവെ സിസ്റ്റത്തിലുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ റോബിന് അത്ര ഏജ് ആയി, എന്നിട്ട് ആ ഏജിലാണ് ഇപ്പോൾ കിട്ടണമെന്ന് അതങ്ങനല്ലേ പറഞ്ഞത്. അത് കിട്ടുന്ന പെയർ ആണെങ്കിലും നല്ല പെയറായിട്ട് ആദ്യപോട്ടേക്ക് മെയ്ഡ് ഫോർ ഈച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അല്ല, അത് ഒബ്വിയസ്ലി ഉണ്ട് ബ്രോ. ഞാനത് ചുമ്മാ പറയുന്നില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഏജ് ഒരു ഫാക്ടർ അല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷേ ഏജ് ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പലരും, അല്ലെങ്കിൽ ഒരു 32 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 34 കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആണുങ്ങളെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അവർ പ്രിഫറൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ പൊടീനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പ്രായമുള്ള ആൾക്കാരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ എത്ര പേര് 35 വയസ്സിൽ കൂടുതലുള്ളവർ കെട്ടുന്നുണ്ടായിരിക്കും, നിനക്കറിയാവോ? അല്ലേ? ഞാൻ പറയട്ടെ, ഒരു 100-ൽ ചിലപ്പോൾ ഒരു 50% ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കും. ഒരു 50% എല്ലാത്തിലും ഇല്ലേ? അങ്ങനെയുള്ള എല്ലാവർക്കും കല്യാണം കഴിക്കട്ടെ, എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു വധുവിനെ വരനെ കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു.